കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബ്രോ വി ആർ എൻ ലവ് എന്ന് പറഞ്ഞ ചാനലിൽ റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ അടുത്ത് ഇത് റിയാക്ട് ചെയ്യാൻ പറഞ്ഞത് വേറെ ആരുമല്ല, എൻ്റെ മനസ്സ് തന്നെയാണ് പറഞ്ഞത്. ആൻഡ് ഈ ഒരു വീഡിയോനെ ഞാനൊരു ഷോ ആക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ഷോയ്ക്ക് ഞാനിടുന്ന പേര് പോക്ക് എന്നാണ്. ദാറ്റ് ഈസ് POK, പരദൂഷണ കമ്മിറ്റി ഓഫ് കേരള. സോ മിത്രാസ്, നമുക്ക് ചെറിയൊരു ഇൻട്രോ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷോയിലോട്ട് കടന്നാലോ. സോ ഇന്നത്തെ നമ്മുടെ പോക്കിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മിത്രസിനും സ്വാഗതം. ആൻഡ് ദിസ് ഈസ് സാത്താൻ പെർഫോമിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കമ്മിറ്റിയിൽ ചർച്ചാ വിഷയമാകുന്നത് വി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. നിങ്ങളുടെ വി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലിന്റെ പേര് മാറ്റിയിട്ട് വി ആർ എൻ ഫൈറ്റ് എന്നോ വി ആർ എൻ ഹെൽ എന്നോ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം പേര് അന്വർത്ഥമാവത്തില്ല. കാരണം കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇവരുടെ ചാനൽ ഇവർ കിടന്ന അടിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഒടുക്കത്തടി. പുത്തരെ കണ്ട മൈനാനത്ത് എൻ്റെ പൊന്നടവേ അടിയോടടി. ഓക്കെ, ഈ അടിയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലെ അടുക്കള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇവർ അടിയാക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഇവർ 2 ടീമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഒരു ടീം, ഇപ്പുറത്ത് അമ്മായിയമ്മയും നാത്തൂന് സെപ്പറേറ്റ് ടീം. അപ്പോൾ 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചാനൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചാനലിൽ കൂടെയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവർ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരങ്ങനെ പൊങ്ങി പിന്നെയും ചർച്ചാ വിഷയമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രവീൺ പ്രണവ് ഫാമിലി ഇഷ്യൂ ആയിട്ട് എല്ലാവരും ഇങ്ങനെ അതിന്റെ പുറകെ ഇങ്ങനെ ഓടുന്നതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഒരാള്, ഓയ് നമ്മളും ഉണ്ടേ, നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ, നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കും എന്ന് പറഞ്ഞുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു വീഡിയോ കിട്ടിയിരിക്കുന്ന തംബ്നെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺമാസ്കിങ്, ദിസ് ഈസ് ദ റിയാലിറ്റി, പ്രവീൺ പ്രണവ് മൃദുല വന്നു വീട് തകർത്തു. അതായത് ഇങ്ങനെ ഒരു തംബ്നെയിലിട്ടത് ഈ പ്രവീൺ പ്രണവ് സംഭവത്തിൽ വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. അതായത് ഇതിന്റെ കൂട്ടത്തിൽ എന്താ വാഴ നനയുന്നതിന്റെ ഇടയിൽ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന് പറഞ്ഞുള്ള സംഭവമാണ്. നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ചെയ്തേക്കുന്ന പരിപാടി അതൊക്കെ തന്നെയാണ്. അത്രയും വിഷയമൊക്കെ അവിടെ നടക്കുന്നുണ്ട് ബ്രോ, ഞങ്ങളുടെ വീട്ടിലും അടി നടക്കുന്നുണ്ട് ബ്രോ. ഇങ്ങനെ നാട്ടുകാരോട് ഇങ്ങനെ വെളിയിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇന്നസെന്റ് ആണെന്നും അവർ ഇന്നസെന്റ് ആണെന്നും. അങ്ങനെ കുറെ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് കണക്റ്റഡ് ആയി പോയിട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓരോ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് പുറത്തോട്ട് വരിക തന്നെ ചെയ്യും. ദൈവമായിട്ടൊരു നിമിത്തമാക്കിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ അവർക്ക് അവരുടെ കുടുംബം പിരിഞ്ഞെങ്കിലും അതിനകത്തൊരു നല്ലതുണ്ട്. ഇപ്പം നമ്മുടെ ഇതിനകത്താണെങ്കിലും നമ്മൾ ഇവിടെ വന്ന് സമാധാനത്തോടെ ജീവിക്കുന്നതിനകത്ത് ദൈവം ഒരു നല്ലത് കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ ദൈവം കുറച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവർ എന്തായാലും ദൈവം പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും. അതുപോലെ നമ്മളെയും പ്രൊട്ടക്ട് ചെയ്തു, അവരെയും പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം നമ്മുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾ ആരും ബ്ലെയിം ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ആരും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഒന്നും നമ്മൾ സംസാരിച്ചു. അതെ, ഇവരാരെയും ബ്ലെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. പകരം ഇരുന്നിട്ട് അപ്പുറത്ത് നിന്നിട്ട് അമ്മയ്യമ്മനെ പറ്റിയിട്ട് ദാത്തൂരെ പറ്റിയിട്ട് നിരന്തര കുറ്റങ്ങൾ പറഞ്ഞോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക. ഞങ്ങളാരെയും ബ്ലെയിം ഒന്നും ചെയ്യുന്നില്ല. ടുട്ടോ എന്റെ പൊന്നിടാവേ. അതിൻ്റെ ഇടയിൽ പ്രവീൺ പ്രണവിന്റെ വിഷയത്തില് അവരിങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ചു പിരിഞ്ഞിറങ്ങിയത് ദൈവം നല്ലത് കണ്ടിട്ടാണ്. അതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ പറഞ്ഞത്. ഇത് ഇന്റർലിങ്ക് ഓഫ് ദ കേരള ഓഫ് ദി ഇന്ത്യ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ് ബഡ്ഡിങ്ങാ? ചെടി നമ്മൾ ബഡ് ചെയ്ത് വെക്കുന്ന പോലെ അപ്പുറത്ത് പ്രവീൺ പ്രണവ്, ഇപ്പുറത്ത് വി ആർ എൻ ലവ്. കണ്ടോ, അവരുടെ പ്രശ്നം പോലും നമ്മളോട് ഇങ്ങോട്ട് ഇങ്ങനെ ബഡ് ചെയ്തോണ്ട് വരികയാണ്. എൻ്റെ പൊന്നു ബഡ്ഡി, നിങ്ങൾ വല്ലാത്തൊരു ബഡ്ഡിയാണ് കേട്ടോ. പിന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലും നല്ലത് നടക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം വീട്ടിൽ ഇതുപോലെ ഓരോ മോശ അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രോ, ആ വീട്ടിലാണെങ്കിൽ മൃദുല എന്ന് പറയുന്ന ചേച്ചിയുടെ വയറ്റിനകത്താണെങ്കിൽ കുഞ്ഞുള്ള വയറ്റിൽ ഇങ്ങനെ ചവിട്ടി എന്നുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണോ വലിയ ദൈവം കൊടുത്തേക്കുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന മോശ അനുഭവങ്ങൾ? ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും അന്ന് ഇവർ തമ്മിൽ മുടിഞ്ഞടിയായിരുന്നു, വീട്ടിൽ പൊരിഞ്ഞടിയായിരുന്നു. ആരെങ്കിലും ഒന്ന് തീർന്നു പോയിരുന്നെങ്കിലും എന്താണ് നല്ല കാര്യം? അല്ല, ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും ഈ മോശം സംഭവിക്കുന്നത് നല്ലതുണ്ടാവാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് ദൈവത്തിന്റെ ഓരോ തീരുമാനങ്ങളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത്രയ്ക്ക് വലിയ ശക്തിവാനാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ ഈ ദൈവത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ മനുഷ്യരുടെ മനസ്സിലോട്ട് കൊടുത്താൽ പോരെ? അപ്പം ഇത്രയ്ക്കും ബലഹീനനായിട്ടുള്ള ഒരാളാണോ നിങ്ങളുടെ എല്ലാവരുടെയും ദൈവം? ഐ ഡോണ്ട് നോ. എന്തായാലും നമുക്ക് ബാക്കി കേൾക്കാം. ഒരുപാട് ഇനി എനിക്ക് ഈ യൂട്യൂബ് അവസാനിക്കുന്ന കാലത്തോളം എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത്രയ്ക്കുണ്ട് കാര്യങ്ങൾ. ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞവര്. വീട്ടിലെ അമ്മേനെയും പറ്റി പെങ്ങളെയും പറ്റിയുള്ള കുട്ടികളുടെ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇത് ജീവിതകാലം മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുന്നുള്ള സാധനങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 ചൂരുകൾക്കുള്ളിൽ വീട്ടിനകത്ത് തീരേണ്ട പ്രശ്നങ്ങളാണ്. അത് മെഗാ സീരിയൽ പോലെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ജീവിതകാലം മൊത്തം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. വീട്ടിലെ എന്തെങ്കിലും ഹൗസിംഗ് ലോണോ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും കട കാര്യങ്ങളൊക്കെ ആരെങ്കിലും കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ച് ഇത് തിരിച്ചടക്കണം. എന്ത് ചെയ്യും? ഇന്നത്തെ ദിവസം അമ്മേനെ പറ്റി കുറ്റം പറയാം, 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പൈസക്ക് എന്തെങ്കിലും ആവശ്യം വന്നു അപ്പൊ നമ്മൾ പെങ്ങളെ പറ്റി കുറ്റം പറയാം, അപ്പുറത്തുനിന്നും അതേപോലെ ഇങ്ങോട്ടും പറയുന്നു. ഓക്കെ, എന്തായാലും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇച്ചിരി ഒന്ന് ഇങ്ങനെ ശമിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇച്ചിരി ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടാണ് ഇവര്
ഇതിങ്ങനെ ഞാനിതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണം, നിങ്ങളിങ്ങനെ ചർച്ചാ വിഷയമാക്കണം. എന്നാലല്ലേ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, ഞങ്ങളുടെയൊക്കെ കണ്ടന്റ് ദാതാവെന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ അടുക്കള വിഷയങ്ങൾ നിങ്ങൾ പബ്ലിക് ആക്കുമ്പോഴാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്, അല്ലേ? പലതും ഹൈഡ് ചെയ്ത് വെച്ച് മുന്നോട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇന്ന് ദൈവമായിട്ട് 2 കടകൾ തന്നിട്ടുണ്ട്, എല്ലാം ഓൺലൈനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ദൈവമായിട്ട് നമുക്ക് എല്ലാ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിരുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾക്ക് കാണുന്ന ആൾക്കാരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല, ആർക്കും സംശയമൊന്നുമില്ലേ? നമുക്ക് ദൈവം ഞങ്ങൾക്ക് 2 കടയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതുവരെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആരെല്ലാം പറ്റിയിട്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്തോ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. എൻ്റെ പൊന്നിടാവേ, നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ തിന്നുന്നത് ചോറ് തന്നെയാണ്. ഓക്കെ, പച്ചച്ചോറ് തന്നെയാണ് തിന്നുന്നത്. പിന്നെ ഇടയ്ക്ക് കൂട്ടാനും കറിയൊക്കെ ചെറുക്കുന്നേ ഉള്ളൂ. ഇവരെന്നിട്ട് നിരന്തരം വന്നിട്ട് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് വീട്ടുകാരെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ മൊത്തം, അടുക്കളയിലെ വിഷയങ്ങൾ, നിങ്ങൾ മാത്രം പറയേണ്ട സാധനങ്ങൾ നാട്ടുകാരെ മൊത്തവും വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാം ഞങ്ങൾക്ക് ദൈവം 2 കട തന്നിട്ടുണ്ട്, ഈ കട മാത്രം മതി ഞങ്ങൾക്ക് ജീവിക്കാനെന്ന്. ഈ കടയ്ക്ക് എന്തെങ്കിലും കടക്കടി വരുമ്പോഴാണ് ഇപ്പുറത്തെ അമ്മയുടെയും പെങ്ങളുടെയും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തരുന്നത്. എന്തോന്നടേ ഇത്? ബ്രോ ഗ്രോ അപ്പ് ബ്രോ, ഇറ്റ്സ് 2024. പിന്നെ ഒരു കാര്യമുണ്ട്, ഫാമിലി ബ്ലോഗേഴ്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഒന്നെങ്കിൽ ഫാമിലി വ്ലോഗിങ് ഒരു പ്രസവാർഡാക്കി മാറ്റുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടിലെ വിഷയങ്ങൾ എടുത്ത് പബ്ലിക് ആക്കുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ബാക്കി കൊടുക്കാം. എങ്കിലും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ എനിക്ക് പ്രവീണിന്റെയും മൃദുലയും കൂടെ ഞങ്ങൾക്ക് 2 പേർക്കും നിക്കണം എന്നുള്ള ഒരു ഇത്. കാരണം ഞങ്ങളുടെ അത് തന്നെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അവരുടെ വീഡിയോ കണ്ട് അത്രയും ഇല്ലെങ്കിലും ആ ഒരു കാണുന്ന ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇച്ചിരിയെങ്കിലും അലിവുള്ള ഒരു മനുഷ്യൻ അത് കാണുമ്പോൾ ഭയങ്കര വിഷമം വരും. അതിനകത്തൊരു 100 ഡൗട്ട് വെക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ എത്രത്തോളം ദുഷിച്ച ഇതാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഡൗട്ടുകൾ ഇങ്ങനെയാണ്, ഭാര്യയെ അടിച്ച് നിലത്തിട്ടപ്പോഴത്തേക്കും എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല? നിങ്ങൾ എന്തുവാടി പറഞ്ഞ് കയറിക്കൊണ്ട് പോകുന്നത്? പ്രവീൺ ബ്രാവിന്റെ ഇഷ്യൂവിനകത്ത് നിങ്ങളിപ്പോ പറയുന്ന സാധനമുണ്ട്, എന്താ ഇവിടെ ആൾക്കാർ ഈ സംശയങ്ങൾ ചോദിക്കുന്നത് മൊത്തം ദുഷിച്ച മനസ്സുള്ള ആൾക്കാരാണെന്നുള്ള സാധനം പറയുന്നുണ്ട്. ഒരു പരിധി വരെയൊക്കെ ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനങ്ങൾ, നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫിലുള്ള സാധനങ്ങൾ, അത് മാത്രം നിങ്ങൾ ഒതുക്കി വെക്കുക. നിങ്ങൾ പബ്ലിക്കായിട്ട് കാണിക്കേണ്ട സാധനങ്ങൾ മാത്രം നിങ്ങൾ പബ്ലിക്കിൽ കാണിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കിന് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുക. എല്ലാ ദിവസവും ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ആൾക്കാർ ഒരു ദിവസം ചിരിക്കുകയാണെങ്കിൽ ചിരിച്ചപ്പോൾ പല്ല് കണ്ടില്ലെന്നോ അല്ലെങ്കിൽ 2 പല്ല് മാത്രമേ കണ്ടുള്ളൂ, എന്താണ് അതിൻ്റെ കാരണം, അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് ആൾക്കാർ സ്വാഭാവികമായിട്ടും ചോദിക്കും. അവർ പൊട്ടന്മാരൊന്നും അല്ല. ഓക്കെ, അങ്ങനെ ചോദിക്കുമ്പോൾ വളരെ മെച്യൂർഡായിട്ട്, വളരെ എന്താ പറയുക, കൃത്യമായിട്ടുള്ള രീതിയിൽ മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഈ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ ഇത്രയും കത്തിക്കാറുള്ള കാര്യം എന്തായിരുന്നു? ഈ അഡ്രസ്സ്, കുഞ്ഞിന് അഡ്രസ്സ് പോലും ഇല്ലാത്ത ഒരാളാക്കി എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. ആ ഒരു വേർഡ് ഒഴിവാക്കിയാൽ തന്നെ ഈ പറയുന്ന കോലാഹലങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ സത്യങ്ങൾ അവരുടെ ലൈഫിൽ മാത്രം 4 ചുവരുകൾക്കുള്ളിൽ നടന്ന കാര്യം വേറെ ആരും അറിയില്ലായിരുന്നു, അല്ലേ? അപ്പോൾ നിങ്ങളിത് ഒരു സൈഡിൽ നിന്ന് ഒരു സാധനം വന്ന് പറയുന്നു, അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതാണ് ശരിയെന്ന്. പിന്നെ അപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ട് അപ്പുറത്തെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരും അവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കേൾക്കും, ആൾക്കാർ ഇത് ഓഡിറ്റ് ചെയ്യും, എന്നിട്ട് അവർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അവർ പറയുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണ്. അത് നിങ്ങൾ പബ്ലിക് ആക്കുമ്പോൾ ആൾക്കാർ അവർക്ക് തോന്നുന്നത് പറയും. ഓക്കെ, എന്നിട്ട് പിന്നെ ആൾക്കാർ ദുഷിച്ച മനസ്സുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് ഇത് എവിടുത്തെ ന്യായമാണ്? നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ മൊത്തം പബ്ലിക് ആക്കിയിട്ട് ഈ പറയുന്ന ഇത്രയും വലിയ നിങ്ങൾ മാത്രം അറിയേണ്ട കാര്യങ്ങളാണ്. ഇത് മൊത്തം നാട് മൊത്തം വിളിച്ച് പറയുകയും ചെയ്യും. എന്നിട്ട് പ്രവീൺ പ്രണവ് അത് കണ്ടില്ല, അതുപോലാണ് ഞങ്ങളുടെ ഇന്റർലിങ്ക് ഓഫ് ദ ഇന്ത്യ ഗേറ്റ്. എന്ത് ബാക്കി കാണാം. പിന്നെ അവർ റൂമിൽ കയറി എന്തിനു വീഡിയോ എടുത്തു എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. അത് ആദ്യം പറഞ്ഞു തന്നെ പോകാം. ഭാര്യനെ അടിച്ച നിലത്തിട്ട് ഗർഭിണിയായിട്ടുള്ള പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഭാര്യ നിലത്ത് വീണു വയ്യാണ്ടായി. അവര് സ്വന്തം ഭാര്യയെ സേഫ് ആക്കി റൂമിൽ കയറ്റി വെക്കുക. കാരണം ഇറങ്ങി പോകുമ്പോൾ പിന്നെ അവര് ആക്രമിച്ചേക്കാം. ഞാൻ നേരിട്ട് സാക്ഷിയാണ്. ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കും എന്റെ അമ്മയപ്പനും ഒന്നും അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ആ വിശ്വാസത്തിലാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത്, പിന്നെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവര് ചെയ്യും, കൊല്ലുന്ന ഒരു അവസ്ഥ വരെ അവർ എത്തിക്കും, കൊല്ലും, എന്നിട്ട് അതൊരു ആക്സിഡന്റിൽ ഡെത്ത് ആക്കി മാറ്റും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലായി. ഇനി പുറത്ത് അല്ലല്ല എന്താ ഈ പറഞ്ഞ് കേറുന്നത്? ഈ പറയുന്നതിന്റെ ഇടയ്ക്കൂടെ അവരൊരു വീഡിയോ വെച്ചേക്കുന്നത്, അതായത് അമ്മായിയമ്മ മരുമകളെ തല്ലുന്നു, അടിച്ച് തറയിടുന്നു എന്നൊക്കെയുള്ളൊരു സാധനങ്ങളാണ്. എന്നിട്ട് നേരെ പ്രവീൺ പ്രണവിന്റെ സാധനങ്ങളും എടുത്തിട്ടേക്കുന്നത്. അവരടിച്ച് കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൂടെ ഒരു വീഡിയോ കയറ്റിയേക്കാണ്. ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ നിങ്ങളെ പറയുന്നുണ്ട് നിങ്ങളൊരു മൊണ്ണയാണ്, അക്ഷരം തെറ്റാതെ വിളിക്കുക ഇവനെ മൊണ്ണ ഷൊണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അത്യാവശ്യം ആംബിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഭാര്യ ആണെങ്കിലും അമ്മയാണെങ്കിലും, ഇതൊക്കെ ഒരു നൂൽപ്പാല ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ഭാര്യയെ അമ്മേനെ നൈസായിട്ട് രീതിയിൽ കൊണ്ടുപോകുന്നത് ഒരാളുടെ കഴിവ് തന്നെയാണ്. ഓക്കെ, അതിന് കഴിയാതെ ഈ പറയുന്ന പോലെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ അതിന് പിന്നീട് നിൽക്കേണ്ട രീതി വേറൊരു രീതിയിലാണ്. അല്ലാതെ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വലിച്ചു കയറി പറയുന്ന സാധനങ്ങളൊന്നും അല്ല.
ഓക്കെ. പിന്നെ അന്ന് പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ ആണെങ്കിൽ പോലും അവർ പിന്നെ കൊല്ലും, മാങ്ങ ചെയ്യും, തേങ്ങ ചെയ്യും, ചക്ക ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു കേസ് പോലും കൊടുക്കാനെ കൊണ്ട് അവർക്ക് തോന്നിയില്ല. സ്വന്തം ഭാര്യ, ഗർഭിണിയായിട്ടുള്ള ഭാര്യ ഇതുപോലെ ഇങ്ങനെ വീണ് കിടന്നിട്ട് അവർ പറയുന്നത് അവർക്ക് ഈ പറയുന്ന ഇതിൻ്റെ ഇടയ്ക്ക് കോഴിയൊക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഭാര്യയ്ക്ക് ഇത്രയും വയ്യാണ്ട് കിടക്കുന്ന അവർ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു കൃത്യം ചെയ്തിട്ട് പോലീസ് കേസ് പോലും അവർ കൊടുത്തിട്ടില്ല. ഓക്കെ. എന്നിട്ട് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ പറ്റിയിട്ട് ആൾക്കാർ സംസാരിക്കുന്നത് അവരുടെ മനസ്സിൽ ദുഷിപ്പുള്ളതുകൊണ്ടാണ്. ആക്ച്വലി ഈ ഉന്തുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ദിവസം രാത്രിയിലാണെങ്കിൽ ഇവർ അങ്ങോട്ട് വീട്ടിലോട്ട്, അമ്മയുടെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്കിന് 1 2 പറഞ്ഞു, അവർ 3 4 പറഞ്ഞു, പിന്നെ 5 6 ആയി, 7 8 ആയി, അങ്ങനെ ഉന്തും നെള്ളുമായിട്ട് വീണേക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഇതിന്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റിയേക്കുന്നത്. എന്തായാലും ബാക്കിയും കൂടെ കാണാം. ഒരു 99% ഏറ്റവും സഫറിങ്ങിലൂടെ പോകുന്ന ഗേൾസ് കല്യാണത്തിന് ശേഷം പോകുന്നതാണ്. അതായത് സ്വന്തം മോളെ പോലെ കാണാതെ വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്നവളായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് 99%. അതിനകത്ത് 1% ആളുകൾ നല്ല ആൾക്കാരും ഉണ്ട്, നല്ല അമ്മയമ്മയും നല്ല മരുമോളും ഉണ്ട്. എന്റെ മോനെ ആ തിരിച്ചറിവ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ മൊണ്ണാശൊണ്ടെന്നൊന്നും നിങ്ങൾ വിളിക്കരുത്. കാരണം ഇത്രയും സ്വന്തമായിട്ട് ചിന്തിക്കാൻ ബോധം ഇവരുള്ള ഒരാളാണ് ഈ പുള്ളി. ഓക്കെ. 99% ആൾക്കാരും ഇങ്ങനെ നല്ല ആൾക്കാരാണ്, 1% മാത്രമുള്ള ഇങ്ങനത്തെ കടന്ന് വിവരം ബോധമൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ പ്രാപ്തിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. എന്നാലും നമുക്ക് ബാക്കി കൂടെ കാണാം. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, നിങ്ങൾക്ക് മരുമോളെ സ്വന്തം അമ്മയായിട്ട് നോക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റും. അതിൽ 99% എന്നെ ഏറ്റവും ഇതായിട്ട് നോക്കുന്ന എന്നാണ്. അതിന് കുറേ കമന്റ്സ്, നല്ല കമന്റ്സ് ഉണ്ട്. എന്നെ സ്വന്തം അമ്മയായിട്ട് നോക്കുന്ന, എനിക്കും അതുപോലെ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഉള്ള കണ്ട് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, ഫേസ്ബുക്കിൽ കണ്ട പോസ്റ്റാ. അതിനകത്ത് ആരോ ഇതുപോലെ ചോദിച്ചപ്പോഴത്തേക്കിന് 99% അതിനകത്ത് വന്നിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്: എടീ, കമന്റ് ബോക്സ് കണ്ട് വിശ്വസിച്ച് മതിമറന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ഇപ്പൊ കമന്റ് ബോക്സിൽ നിന്ന് നാളെ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടി ചാടി കഴിഞ്ഞാൽ നമ്മൾ ചാവൂല, നമുക്ക് നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എടുത്ത് ചെയ്യുമോ? സ്വന്തമായിട്ടൊക്കെ ഒരു തീരുമാനം വേണ്ടേ? ഒന്നെങ്കിൽ സ്വന്തമായിട്ട് പറയണം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പറയുന്ന പോലെ കേൾക്കണം, അനുസരിക്കണം. ഫേസ്ബുക്ക് പറയുന്ന പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തം ഫാമിലി ഇഷ്യൂ വന്നിട്ട് ഇതുപോലെ പബ്ലിക് വന്ന് പറയേണ്ടതായിട്ട് വരുന്നത്. ഇനിയാണ് ഇവര് പ്രവീൺ പ്രണവിന്റെ കൂട്ടുള്ള ശരിക്കുള്ള അൺമാസ്കിങ്ങിലോട്ട് പോകുന്നത്. ഇവര് അൺമാസ്ക് ചെയ്യാൻ പോകുന്നത് ഇവരുടെ പെങ്ങളെ തന്നെയാണ്. അപ്പൊ എന്തായാലും എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം. എന്താണ് കാര്യം എന്ന് പറയാം. അതായത് നമ്മൾ ഇന്നലെ ആ വീഡിയോയ്ക്കകത്ത് ഒരു പോർഷനിൽ ഇടയ്ക്ക് എവിടെയാണ് പറഞ്ഞത്, കിങ്ങിണിമോള് ജനിച്ച സമയത്ത് പാല് കൊടുത്ത്, അത് പാല് കൊടുക്കുന്നത് അത്രയും നല്ലൊരു കാര്യമാണ്. അത് വിളിച്ചു പറയുന്നതും മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന 2 പേരാണ് ഞങ്ങൾ. കൊടുത്തിട്ട് അത് വിളിച്ചു പറയേണ്ട കാര്യമില്ല. മുലപ്പാല് അത്രയും പവിത്രമായിട്ടുള്ള ഒന്നാണ്. ആ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഫുള്ള് ആ അവസാനം വരെ ആ കുഞ്ഞിന്റെ ഹെൽത്തിന് കാര്യങ്ങൾ വായിക്കുന്നത് മുലപ്പാലിൽ നിന്നാണ് എല്ലാം കിട്ടുന്നത്. അതായത് ആ അമ്മയുടെ മാതൃത്വം തൊട്ട് എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിന് കിട്ടുന്നത് ആ ഒരു സമയം തൊട്ടാണ്. മനുഷ്യന്റെ മൊത്തം ജീവിതവും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ആ അമ്മയിൽ നിന്ന് കിട്ടുന്ന മുലപ്പാലിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. നിർത്ത്. ഇതെന്തോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? അൺമാസ്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഒരിക്കലാണെങ്കിൽ പുള്ളിക്കാരുടെ പെങ്ങൾ, ഈ ഇവരുടെ ആണെങ്കിൽ പെങ്ങളാണെങ്കിൽ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇട്ടു. അതായത് ഇവർക്ക് ആദ്യം ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് ഞാനാണ് കുഞ്ഞിനാണെങ്കിൽ ഇതുപോലെ പാല് കൊടുത്തതെന്നുള്ള രീതിയിൽ അതെന്തോ വലിയ താല്പര്യമില്ലാതെ കൊടുത്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ആ സാധനം കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് പഴയ കാര്യങ്ങൾ ചകഞ്ഞ് എടേ എന്തോന്നിടേ ഇത്. നിങ്ങൾക്ക് വേറെ കുഴപ്പമില്ല, നിങ്ങൾ, ഞാൻ ഇതിനൊന്നും മോശം പറയത്തില്ല. ഞാൻ ഫുൾ പ്രോത്സാഹനമുണ്ട്. ഞാൻ നിങ്ങളെ പുറകിൽ ഇങ്ങനെ ഞാൻ കാണിക്കാം. നിങ്ങൾ ബാക്കി പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ പെൺകുട്ടി ഇതായിട്ട് ജീവിക്കുന്ന പെൺകുട്ടീനെ പഴയ കാര്യങ്ങള് 16 വയസ്സിലോ 13 വയസ്സിലോ ചെയ്ത കാര്യങ്ങളൊക്കെയാ പറയുന്നത്, എടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ആ ടൈമിലത്തെ കാര്യങ്ങളൊന്നുമാണ് നമ്മൾ പറയുന്നത്. ഒരു ചെയ്യാൻ പാടില്ലാത്ത ടൈമിൽ 17 വയസ്സ് തൊട്ട് 17 വയസ്സ് ഒരാള് ഒരു ടീനേജ് പ്രായമാണ്, ഒരു 18 വയസ്സിലോട്ട്. ഓക്കെ, അതും നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് 17ാമത്തെ വയസ്സിലെ കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും എത്ര വയസ്സായി? എനിക്ക് തോന്നുന്നു ഇവര് സന്തോഷ് ബ്രഹ്മയെ കഴിക്കാൻ തോന്നുന്നു. കാര്യം ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ കൃത്യതയോടുകൂടി ഓർമ്മയുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും വളരെ എന്താ പറയാ, നമ്മൾ ബുക്കിൽ എഴുതി വെച്ച് കാണാതെ പഠിച്ച് പറയുന്ന പോലെ ഇവർ പറയുന്നുണ്ട്. ഇപ്പോഴും അവർ അനുഭവിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയതിന്റെ ഒരു പങ്ക് തന്നെയാണ്. ഇന്നും VRL Love 2.0 എന്നാണ് അവർ ചാനലിൽ നെയിം എന്താ മാറ്റാത്തെ? എന്റെ ചാനലിൽ VRL Love എന്ന് അടിച്ചാൽ അവരുടെ ചാനൽ വരും. അതുകൊണ്ട് മാത്രം അവർ ഇന്നും ആ VRL Love എന്റെ ലെവലിൽ തന്നെ ഇന്നും അവരങ്ങനെ തന്നെ ഇട്ടേക്കുന്നു. ധൈര്യം കൊണ്ട് അവർ ചാനൽ മാറ്റട്ടെ. അല്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളോടാണ് ബ്രോ പറയുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ VRL Love എന്നുള്ള ചാനൽ മാറ്റൂ. അവരിട്ടേക്കുന്നത് VRL Love 2.0 എന്ന് അവരിട്ടു. നിങ്ങൾ ചാനൽ മാറ്റിക്കോ. നിങ്ങൾക്ക് കറക്റ്റ് പേരാണ്. നിങ്ങൾക്ക് 2 കൂട്ടർക്കും. അതായത് VRL Love എന്ന് മാറ്റി VRN Fight എന്നാക്കിക്കോ. നിങ്ങൾ VRN Fight എന്നാക്കിക്കോളൂ. അവർ VRN Fight 2.0 എന്നോ അല്ലെങ്കിൽ VRN Hell എന്നോ അങ്ങനെ ആക്കിക്കോട്ടെ. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ നിങ്ങളുടെ. അവരുടെ ചാനലിൽ, സ്വന്തം ചാനലിൽ വന്ന് വീഡിയോ ഇടാനായിട്ട് ധൈര്യപ്പെടട്ടെ. എന്തുകൊണ്ട് ഒരാൾ സൈലന്റ് ആവും? ഒന്നെങ്കിൽ ഒരാൾ സൈലന്റ് ആവുന്നത് ശരി, ഒരാളുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ അവരെന്തേലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് കുറെ പേര് സൈലന്റ് ആവും. പക്ഷേ
ഇത്രയും അലിഗേഷൻസ് ഒരാൾ ഇപ്പുറത്തിരുന്ന് പറയുമ്പോൾ ഒരാൾ സൈലന്റ് ആവണമെങ്കിൽ അയാളുടെ ഭാഗത്ത് അത്രയും തെറ്റുകളുണ്ട്. ഒന്നും തിരിച്ച് സംസാരിക്കാൻ ഇല്ല. അവിടെ ഉള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് മിണ്ടാതിരുന്നിട്ട് നല്ലതാകാം. അതാകുമ്പോ എല്ലാരും പറയും അവരൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് പറയുന്നത്. ഒരു ബുദ്ധിയാണ്, ഒരു കുരുട്ട് ബുദ്ധി. ഇവരിത്രയും വലിയ അലിഗേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ആരോപണം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ പറയുന്നത് സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും എതിരെയാണെന്നുള്ളതൊന്ന് ആലോചിക്കണം. ഇപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിൽ വലിയ പ്രശ്നങ്ങൾ, ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടായി, ഈ നിങ്ങൾ പറഞ്ഞ പോലെ പ്രവീൺ പ്രണവ് ഫാമിലിയിലെ പോലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ. നിങ്ങളുടെ ഫാമിലിയിൽ മാത്രം തീരേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ലീഗലി എന്തെങ്കിലും പോകാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പോവുക. ഇതൊക്കെ എന്തിനാണ്ടേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ ഫാമിലി ലൈഫ് തന്നെയാണ് നിങ്ങൾ വന്നിട്ട് ആൾക്കാർക്ക് വലിച്ചു കയറാൻ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ നന്മകൾ മാത്രം പറയുന്ന കേരളത്തിലെ ഒരേ ഒരു നന്മമരമാണ് ഞാൻ നിങ്ങളെപ്പറ്റി നന്മ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശരിയല്ല ഞാൻ പറഞ്ഞത് അല്ലേ? പിന്നെ അവരൊന്നും മിണ്ടുന്നില്ല നിങ്ങൾ പറയുന്നു. അത് ഈ പറയുന്ന പോലെ എന്താ പറയുക, അവരുടെ ഭാഗത്ത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, കാണിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇതിനിപ്പോൾ എന്തോന്നടേ ഇവൻ മെഗാ സീരിയൽ പോലെ കൊണ്ട് നടക്കുമെന്നൂടെ, ഞങ്ങൾക്ക് വയ്യടേ എന്നുള്ളതായിരിക്കും. ഇവരുടെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു സൈഡിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നുണ്ട്. അവരെന്താ വീഡിയോ ഇടാത്തെ? അവരെന്താ ഇതിനെ പറ്റിയിട്ട് പറയാത്തെ? കണ്ടന്റ് വേണ്ടേ? സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവണ്ടേ? അതുപോലെ ഞാൻ ഇപ്പോഴും പറയുന്ന ആ ഒരു അമ്മ പെങ്ങൾ ടീംസിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, ആ ഒരു ബി ടീമിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ തിരിച്ച് വീഡിയോ ഇടൂ. നിങ്ങളപ്പം ഈ എ ടീം ആണെങ്കിൽ എ ടീം വീസസ് ബി ടീം, നിങ്ങൾ തമ്മിൽ മുടിഞ്ഞ ഫൈറ്റ് ഉണ്ടാക്കുക. എങ്കിൽ അവർക്ക് തിരിച്ച് ഓരോന്നും പറയാൻ പറ്റുള്ളൂ. എന്നാലേ നമ്മളെ പോലുള്ള ആളുകൾക്ക് കണ്ടന്റ് പറ്റി നിൽക്കുന്ന നമ്മുടെ തൊണ്ടയിലേക്ക് ഇതുപോലെ കണ്ടന്റ് ഒഴുക്കി വിടാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞൊതുക്കി തീർക്കുക. ഇതിന് എന്തോ തന്നെ മെഗാ സീരിയലാണ് ഇത്. അൺമാസ്കിംഗ് വീഡിയോ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല പൊന്നേ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഉണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ തമ്മിൽ അവരുടെ ഓരോ വീഡിയോസ് വെച്ചേക്കുന്നത് ഞാൻ കൊടുക്കാം. ഓക്കെ, ഇത് ഇങ്ങനെ നേരത്തെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് സമയം മുന്നേ ലാസ്റ്റ് ദി എൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടില്ല. 1 മണിക്കൂറുള്ള മെഗാ സീരിയൽ, 1 മണിക്കൂറുണ്ട്. എടി ഇതിനു മാത്രം എന്തുകൂടെ സ്വന്തം വീട്ടുകാരെ പറ്റിയിട്ട് പറയാനൊക്കെ ഉണ്ട്. അറിയാൻ മേലോട്ട് ഇതൊക്കെ ആരെങ്കിലും ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോസ് അങ്ങനെ കാണാറില്ല. ഈ ഒരു വിഷയം വന്നപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. നിങ്ങൾ ആൾക്കാർക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ടോ, അത് പറ ബ്രോ, ഇത് പറ ബ്രോ, പറയാറുണ്ടോ? അഥവാ നിങ്ങൾക്ക് പറയാനില്ല അല്ലെങ്കിൽ ഇത് പ്രശ്നം വഷളാക്കാനില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിടയിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ പബ്ലിക് ആക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. അത്യാവശ്യം മനസാക്ഷിയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വ്യൂവേഴ്സ്. അല്ല നിങ്ങൾ വന്നിട്ട് ഓരോന്നും വലിയ ഇങ്ങനെ പടച്ചു വിടും, എന്നിട്ടാണെങ്കിൽ പറയും വ്യൂവേഴ്സ് മനസാക്ഷി ഇല്ലാത്തവർ, അവർ വളരെ മോശം ആൾക്കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ദൈവം തന്ന 2 കടയുണ്ട്, ഞങ്ങൾ അതുകൊണ്ട് ജീവിച്ചുകൊണ്ട് പൊക്കോളാം, ഞങ്ങൾ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തുണ്ട് അമ്മനെ പെങ്ങളെയും പറ്റിയിട്ട് എന്തോന്നിടേ ഇതൊക്കെ എനിക്കറിയാൻ മേലത്തോട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ മെഗാ സീരിയൽ ഇതുപോലെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ പോകുക. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കണം. നമുക്ക് യൂട്യൂബിൽ കിടന്ന് തന്നെ അടി ഉണ്ടാക്കണം. നമുക്ക് ഇടിക്കാന്ന് പിടിച്ചിടിക്കാന്ന് ഞാൻ ഫുള്ള് സപ്പോർട്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു പോക്ക് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പറയാനുണ്ടായിരിക്കും ഇനി അതൊക്കെ അടുത്ത ആരാണ്, ഏത് ഫാമിലിയാണ് നമ്മുടെ ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ പറയണം. ആൻഡ് തെരുവിളികൾക്കിടയിൽ ഞാൻ ആ കമൻസ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് അടുത്ത് റിയാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്നത് മാത്രം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് അടുത്തൊരു പോക്കിൻ്റെ എപ്പിസോഡുമായിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.